എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്നാ സ്പെഷ്യൽ അല്ലാത്തതെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ വീഡിയോയും സ്പെഷ്യലായിരിക്കും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു മധുരം വെപ്പും കല്യാണവും ഒക്കെ ഒരു ഫംഗ്ഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിനുവേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ കല്യാണ ചെക്കനും പെണ്ണും നമ്മുടെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ലാൻഡ് ചെയ്തു. അപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുക. എല്ലായിടത്തും പോകാനുള്ള ടൈമൊന്നുമില്ല, അവർ നാളെ റിട്ടേൺ പോവും. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം വൈകുന്നേരം 4 മണിയായി. ഈ 4 മണി തൊട്ട് രാത്രി വരെ എവിടെയൊക്കെ പോകാൻ പറ്റും, ഒന്ന് കവർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ബാ. അയ്യോ അയ്യോ, നമ്മൾ എങ്ങോട്ടാ പോകുന്നു? എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ സമയം 4 മണിയായി. അപ്പോൾ പറ്റുന്നിടത്തൊക്കെ തെണ്ടിത്തിരിഞ്ഞ്, അതായിരുന്നു ഏട്ടൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. തെണ്ടിത്തിരിഞ്ഞ് തിരിച്ചു അലഞ്ഞ് പറ്റുന്നിടത്തൊക്കെ. ഞങ്ങൾ ഈ കൊച്ചിയിൽ വന്നിട്ട് 5 വർഷമായെങ്കിലും കൊച്ചിയിൽ ഒരു 4-1 ഭാഗം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ മൂലം കാണാന്നുള്ള ഇതിൽ ഞങ്ങൾ ഓസിന് പോവാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട്. താമസിച്ചു പോയി സത്യം, നേരത്തെ ഇറങ്ങണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 1 o'clock ഇറങ്ങണമായിരുന്നു. ഫസ്റ്റ് നമ്മളുടെ സ്ഥിരം സ്ഥലമായ ഈസി ബൈയിലേക്ക് വന്നു. സ്ഥിരം സ്ഥലം എന്നല്ല, പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പൊന്നൂന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ കണ്ടില്ല പൊന്നു. യാ പൊളി, ഞാനൊന്നും എടുക്കായിരുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സാരി ബിസിനസ്സായ DM ഫാഷൻസിൻ്റെ ഓണം കളക്ഷൻസ് 2 സാരി ഒന്ന് കൊറിയർ ചെയ്യാനുണ്ട്. അതപ്പോൾ നമുക്ക് കാക്കനാട് നിന്ന് കൊറിയർ ചെയ്തിട്ട് പോവാം. നമുക്ക് ഇങ്ങനെ ഇത് വേറെ അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ലുലു മോളിലേക്കാട്ടോ ഇപ്പോൾ പോകുന്നത്. പക്ഷെ അവിടെ കറങ്ങാൻ വേണ്ടി പോകുന്നതല്ല, അത് നമ്മുടെ പ്ലാനിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന കാര്യം. പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് വിചാരിക്കും അല്ലേ. ഈ യാത്രക്കൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ എവിടെ പോകുന്നുണ്ടെങ്കിൽ കാറിലാണല്ലോ പോവുക. ഇത് നമ്മളൊന്ന് കാർ വേണ്ടാന്ന് തീരുമാനിച്ചു.
അപ്പോൾ ഇങ്ങനെ പോകാമെന്നല്ലേ, അതിനാണ് നമ്മൾ ലുലു മോളിലേക്ക് പോകുന്നത്. കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് മെട്രോയിലേക്ക് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെ പാർക്കിംഗ് നമ്മൾ ചുറ്റി നടക്കണം. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ മെട്രോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് തിരിച്ച് ഇവിടെ വന്നിട്ട് ലുലു മോളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇനി ഒരു ചടങ്ങുള്ളത്. ഇതുണ്ട്, ഞങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടത് കുറേ ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്തു. കാരണം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം ഉള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പം അങ്ങ് പോയിട്ട് യൂ ടേൺ എടുക്കണം. അത് കഴിഞ്ഞ് എങ്ങനെയോ ഒന്ന് ഇവിടെ എത്തി. പക്ഷെ ബ്ലോക്ക് കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ വേറെ വഴിയുമില്ല, നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്തേ പറ്റൂ. എന്നിട്ട് അവിടെ നിന്ന് മെട്രോയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ലുലു മോളിൽ നിന്നുള്ള മെട്രോ കണക്ഷനിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഏത് ഫ്ലോറിലാണ് വരുന്നത് എന്നൊന്നും. അപ്പം നമുക്ക് പോവാം. The palm trees glow. Caddy drop top, got the rims on shine. West Coast living, where it's always fine. Barbecue grilling, got the smoke in the air. Neighbors pulling up, good vibes everywhere. Talk box singing, let the synthesizer play. Grooving through the black like it's a Saturday. അങ്ങനെ കുറച്ച് തപ്പി നടന്നിട്ട് ലാസ്റ്റ് കണക്ഷൻ കിട്ടി കേട്ടോ. അതെന്താ നിങ്ങളൊന്നും കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല, ക്യാമറ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അതാണ് പിന്നെ നിങ്ങളൊന്നും കാണിക്കാതിരുന്നത്. ഈ കണക്ഷൻ കാണാൻ നല്ല രസമുണ്ടല്ലേ. ചിലപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും ഒരു കൗതുകം തോന്നുന്നത്. ശരിക്കും ഒരു ട്രെയിനിൻ്റെ ആ ഒരു ബോഗി പോലെ അതിൻ്റെ ആ ഒരു വിൻഡോ ഒക്കെ എന്തോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, അങ്ങനെ കുത്തിത്തിരികെ എങ്ങനെയോ കയറിപ്പെട്ടു. ഭയങ്കര തിരക്കായിരുന്നു, വാഗൺ ട്രാജഡി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു ചേച്ചി എണീറ്റപ്പോൾ ഞാനങ്ങ് ഇരുന്നു. പിന്നെ ഇതാ ഇവർക്ക് രണ്ടാക്കും കൂടെ കെട്ടി പാവം തിന്നുവിട്ട് നിൽക്കുകയായിരുന്നു. കാറിനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ എടുത്തതിന്. നമ്മൾ മെട്രോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ മഹാരാജാസ് മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. അവിടുന്ന് നമുക്ക് സുഭാഷ് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ താഴെ തന്നെ ഓട്ടോ ഉണ്ടല്ലോ. പിന്നെന്തേ നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് ഓട്ടോ കിട്ടിയില്ല. അപ്പോൾ പിന്നെ രസമല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രണ്ട് പേരായിരുന്നു, 2-ൽ കൂടുതൽ അവിടെ നടക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പേര് ലൈറ്റായിട്ടൊന്ന് മാറി. ഞാനും പൊന്നും കൂടെ നടന്നു. അവർ പഴയ ഫ്രണ്ട്സ് കത്തിയടിച്ച് പുറകിലും കൂടെയും വന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് വലിയ ബിൽഡപ്പെല്ലാം കൊടുത്ത് ഞങ്ങൾ നടന്നതായിരുന്നു. പക്ഷെ കുറച്ചധികം ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ എന്നാണ് വിചാരിച്ചു, പക്ഷേ 1 കിലോമീറ്ററിലൊക്കെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രസമായിരുന്നു എന്ത് പറഞ്ഞാലും. പക്ഷേ നടന്ന് ശീലമില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നാളെ അനുഭവപ്പെടും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നടന്ന് നമ്മളിതാ നമ്മുടെ സുഭാഷ് പാർക്കിലെത്തി കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമ്മളെ കടലയും ഐസ്ക്രീമൊക്കെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ കടലയും ഐസ്ക്രീമൊക്കെ വാങ്ങി, ബട്ടർ സ്കോച്ചും വാനിലയും പിന്നെ തരുണേട്ടൻ മാത്രമായിരുന്നു കടല കഴിച്ചത്. ഞാനും പൊന്നുവേട്ടനും ഐസ്ക്രീം വാങ്ങി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മളിതാ ഉള്ളിലേക്ക് കയറി കേട്ടോ. പെട്ടെന്ന് എന്തൊരു ക്ലാരിറ്റി ചേഞ്ച് എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലുലു മോളുടെ സെയിം സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി വന്നിട്ട് ക്യാമറ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, യൂസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുക്കണം, പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ എടുത്ത് അകത്ത് വെച്ചിട്ട്, കാരണം വാങ്ങിയിട്ട് 1 മാസം പോലും ആയില്ലല്ലോ, അഥവാ പിടിച്ചുകൊണ്ട് പോയാലോ. എന്നിട്ട് ഞങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ ക്ലിപ്പിന് മാത്രം കുറച്ച് ക്ലാരിറ്റി വ്യത്യാസം. അങ്ങനെ ആ കാറ്റും കൊണ്ട് കടലിൻ്റെ തീരത്തിരുന്ന് കടലയും അതേപോലെ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ
നോക്കിയേ കൊള്ളാല്ലേ സെറ്റപ്പ്. നമ്മുടെ KSRTC ബസ്സിൽ അവർ മിൽമേരെ ഒരു ഷോപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തതാട്ടോ. നല്ല രസമുണ്ടല്ലോ. ഈ സൈഡ് ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ട് നമ്മൾ നോർമൽ ബസ്സിൻ്റെ ഡോർ തുറക്കുന്ന പോലെ കയറുക, കഴിക്കുക, പോവുക. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. കാരണം ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ സന്ധ്യയാവും. എവിടെ ഇതുവരെ പോയിട്ടില്ല, ഈ നടത്തം മാത്രമല്ലാതെ. അപ്പോൾ ഇപ്പം നടന്ന് ഞങ്ങൾ മേനക എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് തന്നെ, നമ്മൾ ബ്രോഡ്വേ ഒന്ന് വെറുതെ അവിടെ ഇങ്ങനെ നടന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ തെണ്ടി തിരിഞ്ഞ സമയം പാതിരാത്രിയായി. അപ്പം നേരെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മഹാരാജാസ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ രാത്രിയല്ലേ, നടക്കേണ്ട, ഒരു ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ല. പാതിരാത്രിയാണെങ്കിലും നടന്നേ പറ്റുള്ളൂ. കാരണം ആ ചേട്ടൻ ഇവിടുന്ന് അറിയാമല്ലോ, ഒരു കിലോമീറ്ററും 500 മീറ്ററുമാണ് ഉള്ളത്. 80 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പോട്ടേന്ന് വെച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 4 പേരുണ്ടോ, എന്നാൽ 100 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടാ ഞങ്ങൾ നടന്നോളും എന്ന് പറഞ്ഞ് ആ വാശിക്ക് നടന്ന് പോയി. അത്ര ഊർജ്ജമില്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കിന്. കാരണം ഇന്ന് ഫുള്ള് നടത്തായിരുന്നല്ലോ. കുറച്ച് ഡൗൺ ആയി എല്ലാവരും. അങ്ങനെ അത് അവർ സ്പീഡിൽ മുന്നിൽ നടന്നു. ഞാനും തിരുവോട്ടനും നടന്നെത്തുന്നതേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് നേരെ നമ്മുടെ ലുലു മോളിലേക്ക്. കാരണം നമ്മുടെ കാറ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അത് ഞാൻ ലുലു മോളിൽ എത്തിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ എത്തിയിട്ട് അതുകൊണ്ട് ലുലു മോള് കാണുന്നു. റോഡ് നോക്കി ബ്ലോക്ക്. എന്ത് രസമല്ലേ കാണാൻ. അതിൻ്റെ അകത്തിരിക്കുന്നവർ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ദൂരം നിന്നിങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം വെറുതെ കണ്ട് വീഡിയോ പിടിച്ച് ആസ്വദിച്ച് ഞങ്ങളും നടന്നു കേട്ടോ. കാരണം ലുലു മോളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ട്. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടി. അതെന്താണെന്ന് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ. ഇനി അകത്തേക്കൊന്നും ഷൂട്ട് ചെയ്യില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അലൗഡ് അല്ല ക്യാമറ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തി. ഇതെവിടെയാണെന്ന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അത് തന്നെ നമ്മുടെ വനിതാ വിനീത മൂവി ഏതാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അത് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം. പക്ഷേ അതിൻ്റെ സമയം ഇപ്പോഴാണ് ആയത്. ആ ടൈമിൽ നമ്മൾ ചെന്നൈയിലൊക്കെ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ മൂവി സുമതി വളവ്. നമ്മുടെ അഭിലാഷ് ഏട്ടൻ്റെ മൂവിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞ മൂവിയാണ്. ഞാനാന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നേരെ ഫ്ലാറ്റിലേക്ക്. സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, നേരെ പോവുക, കിടന്നുറങ്ങുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.